ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് സീസണബിളായിട്ട് കിട്ടുന്നൊരു സാധനമാണല്ലോ. ഇങ്ങനത്തെ സാധനങ്ങളോട് നമുക്കൊരു ഇഷ്ടം കൂടാൻ കാര്യം അത് തന്നെയാണ്. കാരണം എപ്പോഴും കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കടച്ചക്ക ഇഷ്ടമായിരിക്കും. ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നേക്കാം. അനുവിനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്ക. അങ്ങനെ കൊതിയൻ പെട്ടെന്ന് കണ്ടപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും തന്നെ ഇപ്പോൾ കാണാനും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഇത് ചീത്തയായി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ ഇത് ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തോരനായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ മസാല ഇട്ട് മെഴുക്ക് വരട്ടി പോലെ വയ്ക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇത് തീയലായിട്ട് വയ്ക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. കാരണം നമ്മൾ കുറച്ചും കൂടി ചോറ് കൂടുതലുണ്ട്. പിന്നെ വല്ലപ്പോഴും ഒക്കെ വയ്ക്കുന്ന ഒരു കറി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ മാത്രമല്ല, ഇവിടെ അനുവണ്ണും കുഞ്ഞിക്കും ഒക്കെ തീയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒഴിച്ച് കറി കുറച്ച് വെള്ളം പോലെ ഇരിക്കണം. കാരണം കൊഴുത്ത് കുറുകി വയ്ക്കുന്നതാണ് ഭംഗിയെങ്കിലും, കറി കാണാനൊരു ഭംഗിയെങ്കിലും ടേസ്റ്റെങ്കിലും ഇവിടെ അങ്ങനെ ഒരു കറികളും വെച്ചാൽ ചിലവാകില്ല. ചിലവാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ നല്ല രീതിയിൽ വെള്ളം വേണം. കൊഴുത്തിരിക്കുന്നതൊക്കെ കാണാൻ രസമാണ്, അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ഊണുമേശയിലെത്തുമ്പോൾ എല്ലാവരുടെയും ഭാവം മാറും. മോസ്റ്റ്ലി ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും എന്താ പറയുക, നല്ല വെള്ളം പോലെ ഇരുന്നിട്ട് ചാറയെ ഇങ്ങനെ വിളിച്ചു പോകും. അപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ചേർത്ത് ഞാനത് സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റൽ മുളകുണ്ട്. മല്ലിയൊക്കെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കണമുണ്ട്. അങ്ങനെ പൊടിച്ചതാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് നമ്മൾ പൊടിക്കാണ്ട് കുറച്ച് എപ്പോഴും ഇങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ അതും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ട്, പെരിഞ്ചീരകം കേട്ടോ, വേറെ മീറ്റ് മസാല അങ്ങനെയുള്ളൊരു സംഭവം ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, വറ്റൽമുളക്, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കടച്ചക്ക ഇവിടെ വെന്ത് റെഡിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, വെണ്ണ പോലെ വെന്തെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ശേഷം നമ്മൾ കടുക് വറുത്തിടുവാണ്. കടുക് വറുത്തിടുമ്പോൾ കറിവേപ്പില, 2 വറ്റൽമുളക്, കൊച്ചുള്ളി, ഇത്രയാണ് നമ്മൾ ഇടുന്നത്. അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ച് എടുക്കുക. കാരണം അപ്പം മുളക് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഞാൻ 2 മുളകെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ടത് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഉള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ തട്ടിയിടുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. എന്താ പറയുക, കുറച്ച് പാടാൻ തോന്നുമെങ്കിലും തീയൽ മീൻകറിയൊക്കെ വെക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ തേങ്ങ വറക്കുന്ന പണി, തേങ്ങ ചിരണ്ടുന്ന പണി, അതൊക്കെ ഒരു എന്താ പറയുക, മടിയായിട്ട് തോന്നും. പക്ഷേ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുമ്പോൾ പാചകം അല്ലെങ്കിൽ അടുക്കളപ്പണി നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടും ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പൊക്കെ നോക്കി ആദ്യം ഞാൻ കുറച്ച് പുറത്തേക്കാണ് കളയുക. അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുപ്പിലേക്ക് ഇടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചാറ് നീട്ടിയിട്ട് ഒരുപാട് കൊഴുപ്പിക്കാണ്ട് ഇങ്ങനെ വെള്ളമായിട്ട് വെച്ചെങ്കിലാണ് ഇവിടെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടച്ചക്ക തീയൽ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണേ. ബൈ. താങ്ക്